ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 89ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞ് വന്ന ദത്തൻ ബെഡിൽ കിടന്നുറങ്ങുന്ന വർണ്ണയുടെ അരികിലേക്ക് വന്നു. കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്ന തൻ്റെ പാതിയെ ദത്തൻ ഒന്ന് നോക്കി നിന്നു. ശേഷം അവളുടെ നെറുകയിലൊന്ന് തലോടി അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. കുളി കഴിഞ്ഞു വന്ന അവൻ്റെ അധരങ്ങളിലെ തണുപ്പ് തട്ടിയതും അവൾ ഒന്ന് ചിണുങ്ങി തിരിഞ്ഞു നടന്നു. എണീക്കിരി കള്ളി, അവൻ അവളുടെ പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് വിളിച്ചു. കുറച്ച് നേരം കൂടെ ദത്ത. അവൾ തലയിണയിലേക്ക് മുഖം ചേർത്ത് കമിഴ്ന്ന് നടന്നു. ദത്തൻ ഒരു ചിരിയോടെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. ശേഷം കബോർഡ് തുറന്നൊരു കവർ പുറത്തെടുത്തു. 4 വർഷമായി താൻ ഉപേക്ഷിച്ച് തൻ്റെ ജീവിത സ്വപ്നം. ദത്തൻ ഒരു ദീർഘനിശ്വാസത്തോടെ ആ കവറിനുള്ളിൽ നിന്നും തൻ്റെ പോലീസ് യൂണിഫോം പുറത്തെടുത്തു. ദേവദത്തൻ IPS എന്നെഴുതിയ തൻ്റെ പേരിലൂടെയും തോളിലൂടെയുള്ള സ്റ്റാറുകളിലൂടെ അവനൊന്ന് വിരലോടിച്ചു. ഒപ്പം മുഖത്തൊരു പുഞ്ചിരിയും വിടർന്നു. ഉറക്കമുണർന്ന വർണ്ണ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്ന് ബെഡിൽ എണീറ്റിരുന്നു. അവളുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് ദത്തനെയാണ്. അവനെ തിരഞ്ഞ് അവൾ നേരെ നോക്കിയത് കണ്ണാടിയുടെ സൈഡിലേക്കാണ്. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ദത്തനെ കണ്ട് വർണ്ണയ്ക്ക് വിശ്വസിക്കാനായില്ല. ഡ്രസ്സിംഗ് ടേബിളിന് മുകളിൽ ഇരിക്കുന്ന വാച്ച് കയ്യിൽ കെട്ടി ദത്തൻ തിരിഞ്ഞു. ബെഡിൽ അന്തം വിട്ടിരിക്കുന്ന വർണ്ണയെ കണ്ട് ചിരി വന്നു. അവൻ ആ ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. എൻ്റെ കുട്ടിയെ നീറ്റോ? ദത്തൻ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മൂളി. എന്താടങ്ങനെ നോക്കണേ? നീ എവിടെ പോവാ? ഈ യൂണിഫോം എവിടുന്നാ? എൻ്റെ കുട്ടിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ പറയാഞ്ഞേ. എൻ്റെ കുഞ്ഞിനും പോലീസുകാരനല്ലേ ഇഷ്ടം? അവൾ തലയാട്ടി. എന്നാ പറഞ്ഞേ, എങ്ങനെയുണ്ട്? അവൻ 2 അടി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് 2 കൈ ഇടുപ്പിൽ കുത്തി നിന്നുകൊണ്ട് ചോദിച്ചു. രസമൊക്കെ ഉണ്ട്, പക്ഷെ നീ പണ്ട് ഈ ജോലി ഉപേക്ഷിച്ചു എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ മനസ്സാൽ ഉപേക്ഷിച്ചാണ്. പക്ഷെ പഴയതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഇതിനോട് ഒരാഗ്രഹം. നിനക്കൊരു കാര്യം അറിയോ? ഈ ദത്തനൊരു കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും മോഹിച്ചതും ഈ യൂണിഫോമിന് വേണ്ടിയായിരുന്നു. അതുപോലും ഞാൻ ഉപേക്ഷിച്ചു. ജീവിതം അത്രയ്ക്ക് വെറുത്തു പോയിരുന്നു. ദത്തൻ അത് പറഞ്ഞു വർണ്ണ ഒന്നവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഏയ്, അതൊക്കെ പണ്ടല്ലടാ. എൻ്റെ കുട്ടി എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ എല്ലാം മാറിയില്ലേ? ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മോഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നിന്നെ മാത്രമാണ്. നിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം എൻ്റെ ഇഷ്ടം. ദത്തൻ അവളെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. അല്ല ദത്ത, നീ കുറേ കാലം ജോലിക്ക് കയറാത്തതുകൊണ്ട് ഇനി പറ്റുമോ? വീണ്ടും പഠിച്ച എക്സാമൊക്കെ എഴുതേണ്ടി വരില്ലേ? Maximum period of absence from the duty, member of the service shall be granted leave of any kind of a continued period exceeding 5 years എന്നാണ് നിയമം. നമ്മളിപ്പം 4 years ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറാം. ദത്തൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്കോ? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ദത്തൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിപ്പെണ്ണല്ലേ, അപ്പം നമ്മളല്ലേ? അവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ദത്തൻ പറഞ്ഞ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും കേട്ടോ. 9:30 അനൂപിൻ്റെ ഓട്ടോ വരും. അതിൽ കയറി കോളേജിൽ പോയാൽ മതി. അനുവും വേണി ഉണ്ടാവും. എൻ്റെ കുട്ടി വേഗം പോയി റെഡി ആയിക്കോ. ഇനി പിന്നാലെ നടന്ന് എല്ലാം ചെയ്തു തരാൻ എനിക്ക് സമയം കാണില്ല. അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാ എന്നെ പഠിക്കാൻ വിടണേ? ദത്തൻ അലറിയതേ ഓർമ്മയുള്ളൂ. വർണ്ണ ഡ്രസ്സിംഗ് ടേബിൾ എടുത്ത് ബാത്റൂമിലേക്ക് ഓടി. ദത്തൻ ചിരിയോടെ ഫോണും എടുത്ത് മുറ്റത്തേക്ക് നടന്നു. പാർത്ഥിയെയും ധ്രുവിയെയും ശ്രീയെയും വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. തറവാട്ടിൽ ഇപ്പോൾ ആരും അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ദത്തൻ അകത്തേക്ക് വരുമ്പോൾ വർണ്ണ റൂമിലുണ്ടായിരുന്നു. കുളി കഴിഞ്ഞൊരു ഷോർട്ട് മിഡിയാണ് അവളുടെ വേഷം. മുടിയിൽ നിന്ന് വീഴുന്ന വെള്ളം അവളുടെ ഡ്രസ്സിന് നനയ്ക്കുന്നുണ്ട്.
അവളാണെങ്കിൽ യൂണിഫോം അണിയും ചെയ്യുന്ന തിരക്കിലാണ്. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളെ പിന്നിൽ നിന്നും പുണർന്നു. ഒരു കൈ അവളുടെ ഇടുപ്പിലും മറു കൈ അയൺ ബോക്സിലും പിടിച്ചിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിലായി അവൻ വെച്ചു. ശേഷം അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തും വർണ്ണ ഒന്ന് കുതറി. ദത്ത വേണ്ടാട്ട എൻ്റെ യൂണിഫോം, അവൾ അലറി. ഓ, അവൻ അവളുടെ കയ്യിൽ അയൺ ബോക്സ് പിടിച്ചു മാറ്റി തനിക്ക് നേരെ തിരിച്ചു നിർത്തി. തല ശരിക്ക് തോർത്തിയില്ലേ നീ? അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്താൻ നിന്ന ദത്തൻ പെട്ടെന്ന് തല ഉയർത്തി ചോദിച്ചു. അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. എന്നിട്ടാണ് മുടിയിൽ ഇത്രയും നനവ്? അവൻ ശാസിനിയോട് പറഞ്ഞ് സ്റ്റാൻഡിന് മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന ടവലെടുത്തു കൊണ്ടുവന്നു. അവളെ തിരിച്ചു നിർത്തി ദത്തൻ തല തോർത്തിക്കൊടുത്തു. ശേഷം അവളുടെ മുടി മുൻവശത്തേക്ക് ഇട്ട് അവളുടെ പിൻകഴുത്തിന് മുഖം ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കഴുത്തിലൂടെ ഒഴുകി നടക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈകളും വർണ്ണയുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് പ്രവേശിച്ചിരുന്നു. ദത്തൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. എനിക്ക് ടൈമായി, പക്ഷെ എൻ്റെ കുട്ടിയെ വിട്ടു പോവാനും തോന്നണില്ല. ഇപ്പം മനസ്സിലായ ഞാൻ കോളേജിൽ പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം? അപ്പം നീ എന്താ പറഞ്ഞ എനിക്ക് മടിയാന്നല്ലേ? എന്നെ വിട്ടേ, എനിക്ക് പോവാൻ ലേറ്റാവും. പഠിച്ച് മല മറിച്ച് എനിക്കൊരു കളക്ടറാവേണ്ടയാ. ദത്തൻ്റെ കൈകളെടുത്ത് മാറ്റി പറഞ്ഞു. ഒരു കള്ളി, നീ പകരം വീട്ടാണല്ലേ? പകരം അത് വീട്ടാനുള്ളതാണ് മിസ്റ്റർ ദേവദത്തൻ. എന്നാൽ ഞാനും പകരം വീട്ടട്ടെ. ഇന്നലത്തെ രാത്രിയുടെ ബാക്കി. ദത്തൻ ഒരു പ്രത്യേക ഭാവത്തിൽ ചോദിച്ചു. വർണ്ണയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പിന്നിലേക്ക് നടന്നു. ഒപ്പം മീശ വിരിച്ചുകൊണ്ട് ദത്തനും. അവൾ ചൂരി തട്ടി നിന്നതും ദത്തൻ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവളുടെ ഇരു സൈഡിലായി ചുമരെ കൈ കുത്തി ദത്തൻ നിന്നു. വർണ്ണയുടെ കണ്ണ് പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. ദത്തൻ ഒന്ന് കുനിഞ്ഞ് അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെടാ. വർണ്ണ അവനെ തന്നെ നോക്കിക്കൊണ്ട് തലയാട്ടി. ഇങ്ങനെ നോക്കില്ല പെണ്ണെ, ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് നിനക്ക് ക്ലാസ്സിലും പോകാൻ പറ്റിയെന്ന് വരില്ല. അവളുടെ ഇരു കണ്ണിലും ഉമ്മ വെച്ച് ദത്തൻ പുറത്തേക്ക് നടന്നു. ഒപ്പം മുഖത്ത് നിറഞ്ഞ് നാണം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞയും. ഫുഡ് കഴിച്ചിട്ട് സമയത്ത് ഇറങ്ങണം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അനുവിൻ്റെയും വേണിയുടെയും വീട്ടിലിരുന്നാൽ മതി. ഞാൻ വരുമ്പോൾ വിളിക്കാൻ വരാം. ഇറങ്ങാട്ടാ. ദത്തൻ അവളുടെ നെറുകയിൽ ഒരിക്കൽ കൂടെ ചുണ്ടുകൾ അമർത്തി ബുള്ളറ്റിൽ കയറി. ദത്തൻ്റെ വണ്ടി ഗേറ്റ് കടന്ന് പോകുന്നവരെ അവൾ നോക്കി നിന്നു. ശേഷം അകത്ത് വന്ന് യൂണിഫോം ഇട്ട് പോവാൻ റെഡിയായി. ദത്തൻ പോയത് ആകെ ഒരു ഒറ്റപ്പെട്ട തോന്നല്. അവൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നിയില്ല. 9:30 ആയത് അവൾ ബാഗും എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. ഫോൺ റിങ് ചെയ്ത് നോക്കിയപ്പോൾ ദത്തനാണ്. അവൾ വേഗം ഫോൺ എടുത്തു. ഇറങ്ങിയ കുഞ്ഞ്? ദത്ത, നീ അവിടെ എത്തിയാ? ആ, കുറച്ച് നേരമായി. ഭക്ഷണം കഴിച്ചെൻ്റെ കുട്ടി? കള്ളം പറയരുത്. കഴിച്ചില്ല. എന്താ കഴിക്കാഞ്ഞേ? എനിക്ക് തോന്നിയില്ല ദത്ത. കീസ് അനൂപിൻ്റെ വീട്ടിൽ കൊടുത്താൽ മതി. എന്നാൽ ഞാൻ കട്ട് ചെയ്യാം, പിന്നെ വിളിക്കാം. ശരി. വർണ്ണ അശ്വതിയുടെ കീ കൊടുത്ത് സനൂപിൻ്റെ ഓട്ടോയിൽ കയറി. വർണ്ണയെ നോക്കി അനുവും വേണി അവരുടെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സനൂപേട്ടാ, ഒരു 10 മിനിറ്റ്, വർണ്ണ ഒന്ന് വന്നേ. വേണി വർണ്ണയെ വിളിച്ച് വീട്ടിലേക്ക് നടന്നു. എന്താടി കാര്യം? വർണ്ണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. നീ എന്താ രാവിലെ ഒന്നും കഴിക്കാതെ വന്നേ? ദത്തേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ കഴിപ്പിച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണി അമ്മ പ്ലേറ്റിൽ ദോശയും കറിയായിട്ട് വന്നിരുന്നു. വേഗം കഴിച്ചിട്ട് പോവാൻ നോക്കിക്കോ മക്കളെ, അമ്മ പറഞ്ഞു. വർണ്ണ ചെയറിലേക്ക് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. രാവിലെ ദത്തൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാ പോയേ. വേണിയുടെ അച്ഛൻ പറഞ്ഞു കേട്ട് വർണ്ണ ഒന്ന് പുഞ്ചിരിച്ചു. വീട്ടിലെ ഏട്ടൻ വന്നിരുന്നു, ഞാൻ ശരിക്കും ഞെട്ടി, അനു പറഞ്ഞു. നീ എന്താ പറഞ്ഞു ഞങ്ങളോട് ഇത് പറയാതിരുന്നേ? പിന്നെ ഞാൻ തന്നെ ഇന്ന് രാവിലെ അറിഞ്ഞേ. അച്ഛനിപ്പോൾ കുറവുണ്ടോ? എല്ലാ മാസം ചെക്കപ്പ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏട്ടന് നല്ല മാറ്റമുണ്ട്. എല്ലാം ദത്തൻ കാരണ. ഇന്നത്തെ കാലത്ത് ആരും അല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കാന്നൊക്കെ പറഞ്ഞാൽ മോളുടെ ഭാഗ്യ ദത്തൻ.
ആമയുടെ കണ്ണുകൾ നിറഞ്ഞു. ആരാ പറഞ്ഞ ആരുമല്ലാന്ന്? എൻ്റെ അനുവിൻ്റെയും സ്വന്തം ഏട്ടനാ ദത്തേട്ടൻ. വേണി അത് പറഞ്ഞപ്പോൾ വർണ്ണയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. അച്ഛൻ്റെ കാര്യം ഞങ്ങൾ രണ്ടുപേരുടെയും ഫീസും ദത്തേട്ടൻ അടയ്ക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഏട്ടനായതുകൊണ്ടാ, അനു പറഞ്ഞു. എന്നാൽ വർണ്ണയ്ക്ക് ഇതെല്ലാം പുതിയ അറിവായിരുന്നു. ദത്തൻ ഇതൊന്നും തന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. വർണ്ണയ്ക്ക് ഒരു നിമിഷം ദത്തനെ കാണാൻ തോന്നി. സ്വപ്നം കണ്ടിരിക്കാതെ വേഗം കഴിക്കരുതുണ്ട്, സമയം പോന്നു. അനുവിൻ്റെ അടിപ്പുറത്ത് വന്ന് വീണപ്പോഴാണ് വർണ്ണ സ്വഭാവത്തിലേക്ക് വന്നത്. അവൾ വേഗം കഴിച്ചെണീറ്റു. പോകുന്ന വഴി ദത്തനെ വിളിച്ചെങ്കിലും കിട്ടുന്നില്ല. ടീച്ചർ ക്ലാസ്സിലെത്തി കഴിഞ്ഞാണ് 3 പേരും ക്ലാസ്സിലെത്തിയത്. ചീത്ത പ്രതീക്ഷിച്ചുവെങ്കിലും ടീച്ചർ പുഞ്ചിരിയോടെ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. ഇന്നലത്തെ ഒരു ദിവസത്തോടെ അവർ 3 പേരും ടീച്ചറുടെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 1:30-ക്ക് ദത്തൻ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു. അതുപോലെ ക്ലാസ് വിടുന്ന സമയത്തും വിളിക്കും. വർണ്ണയുടെ കാര്യങ്ങൾക്ക് ദത്തൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു. വൈകുന്നേരം അവരെ വിളിക്കാൻ കോളേജ് ഗേറ്റിന് മുന്നിൽ തന്നെ സനൂപ് ഉണ്ടായിരുന്നു. ദത്തൻ വരുന്നവരെ വർണ്ണ അനുവിൻ്റെ വീട്ടിലായിരുന്നു. ദത്തൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം ദൂരത്ത് നിന്ന് കേൾക്കുമ്പോഴേക്കും വർണ്ണ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗും എടുത്ത് റോഡിലേക്ക് കയറി നിന്നു. ദത്തൻ വന്നതും വർണ്ണ അവന് പിന്നിൽ കയറി അവനോട് കൈവീശി കാണിച്ചു. ദത്തൻ അനുവിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. വീടെത്തുന്നവരെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. ദത്തൻ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും വർണ്ണ സനൂപിൻ്റെ വീട്ടിൽ പോയി കീ വാങ്ങി ഗേറ്റ് തുറന്നു. ദത്തൻ ബുള്ളറ്റ് അകത്തേക്ക് കയറ്റി ഒരു സൈഡിലായി വെച്ച് വർണ്ണയുടെ പിന്നാലെ അകത്തേക്ക് നടന്നു. അവൾ കീ കൊണ്ട് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ബാഗ് താഴെ അഴിച്ചു വെച്ച് പിന്നിലായി അകത്തേക്ക് വരുന്ന ദത്തനെ ഇറുക്കെ പുണർന്നു. എന്താടാ വയ്യ എൻ്റെ കുഞ്ഞിന്? അവളെ ഇരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടി. എൻ്റെ കുഞ്ഞി പെണ്ണിന് ഇതെന്താ പറ്റിയേ? പഠിച്ചു ക്ഷീണിച്ചു എൻ്റെ കുട്ടി? ദത്തൻ വർണ്ണയുടെ മൂക്കി പിടിച്ച് വലിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നീ ജോലിക്ക് പോകണ്ട ദത്ത, നമുക്കിവിടെ വീട്ടിലിരിക്കാം. നീ എൻ്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. വർണ്ണ മുഖം കൂർപ്പിച്ച് ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞു. ദത്തൻ ഉറക്കെ ചിരിച്ചു. ഞാൻ കടിച്ച് തിന്നട്ടെ ഈ കള്ളിപ്പെണ്ണിനെ? ദത്തൻ അവളുടെ കവളിൽ പതിയെ കടിച്ചു. വർണ്ണ അവനെ ദേഷ്യത്തിൽ നോക്കി. എൻ്റെ ദേവുട്ടിങ് വന്നേ, നൃത്തം പറയട്ടെ. ദത്തൻ അവളുടെ റൂമിലെ ബെഡിലേക്ക് ഇരുത്തി. ശേഷം കബോർഡിൽ നിന്ന് അവളുടെ ഡ്രസ്സ് എടുത്തു കൊടുത്തു. നീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യ്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ദത്തൻ തൻ്റെ യൂണിഫോം മാറ്റി ഒരു ടവൽ ഉടുത്ത് പുറത്തേക്ക് പോയി. വർണ്ണ വേഗം എണീറ്റ് ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് നടന്നു. ചായ വെക്കാനായി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ചു. ചായ ആവുമ്പോഴേക്കും ദത്തൻ കുളി കഴിഞ്ഞു വന്നിരുന്നു. വർണ്ണ കപ്പിലെ ചായ കൊടുത്തു. ദത്തൻ അത് വാങ്ങി കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് എൻ്റെ കുട്ടിയുടെ കോളേജിലെ വിശേഷങ്ങൾ? അത് കേൾക്കേണ്ട താമസം രാവിലത്തെ കാര്യം മുതൽ ഉള്ളതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു. ദത്ത, പിന്നെയുണ്ടല്ലോ ഫ്രണ്ട് ബെഞ്ചിലെ ദിൽഷയും ക്രൈം പാർട്ട്നേഴ്സിലെ ജോയിലും തമ്മിൽ ഐ ലവ് യു ആണ്. ഞങ്ങളെ സെറ്റാക്കി കൊടുത്തേ. ഡി, നിന്നെ ഞാൻ കോളേജിൽ പറഞ്ഞയക്കുന്ന പഠിക്കാനാണോ അതോ ബ്രോക്കർ പണിക്കാണോ? അവളൊരു ലൈൻ സെറ്റാക്കാൻ നടക്കണു. അത് പിന്നെ ജോയിൽ പാവാ, എൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ അവൻ. അതുകൊണ്ട് അവൻ അപേക്ഷിച്ചപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. അതാ, വേണമെങ്കിൽ ഞാൻ നാളെ പോയിട്ട് രണ്ടിനെയും തല്ലിപ്പിരിക്കാം. എൻ്റെ ദൈവങ്ങളെ, ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു. നിനക്ക് വേറെ പണികളൊന്നുമില്ലേ? ഇല്ലെങ്കിൽ വാ, നമുക്ക് പഠിക്കാൻ നോക്കാം. ഏയ്, എനിക്ക് കുറേ പണിയുണ്ട്, ഞാൻ പോയി വിളക്ക് വെക്കട്ടെ. അത് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി. വിളക്ക് വെച്ച് കഴിഞ്ഞ് രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കാൻ ദത്തനെയും സഹായിച്ചു. അത് കഴിഞ്ഞ് ദത്തൻ അവളെ പഠിക്കാനിരുത്തി. അവൾ അധികം മടിയൊന്നും കാണിക്കാതെ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കാണ് വർണ്ണ. ദത്തൻ അവളുടെ നെറുകിൽ പതിയെ തലോടുന്നുണ്ട്. ദത്ത, പറഞ്ഞേ, ഞാൻ വൈകുന്നേരം ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ. എന്ത് ചോദിച്ചതിനാ? നമ്മൾ രണ്ടുപേരും വീട്ടിലിരിക്കുന്നതിനെ കുറിച്ചിട്ട്.
പറഞ്ഞത് ദത്തൻ അവളെ തൻ്റെ മേലിൽ നിന്നും ബെഡിലേക്ക് കിടത്തി. ശേഷം ഒരു കയ്യിൽ തല വെച്ച് അവളെ നോക്കി. എന്താ ദത്തൊന്നും പറയാത്തെ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് എൻ്റെ ഈ കുട്ടീനെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കണമെന്നാ. ഒരു കാര്യത്തിൽ എൻ്റെ കുട്ടിക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത് ദത്തന് വെറുതെ വീട്ടിലിരുന്ന് നടക്കുമോ? എനിക്ക് രാജകുമാരി ആവണ്ട ദത്ത, നീ എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. ഞാനെപ്പോഴും കൂടെ ഉണ്ടല്ലോ. എൻ്റെ കുട്ടി ഇപ്പം നന്നായി പഠിക്കേ, എന്നിട്ട് നല്ല മാർക്ക് PGക്ക് വാങ്ങിയിട്ട് പാസ്സായിട്ട് നമുക്ക് MBA ചെയ്യുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കുട്ടി ജോലി വാങ്ങിയാൽ ദത്തൻ പിന്നെ വീട്ടിലിരിക്കും. അതിന് കുറേ വർഷം വേണ്ടേ? പിന്നില്ലാതെ. അതുവരെ എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. അത് കഴിഞ്ഞ് ജോലിയാവുമ്പോൾ നീ എന്നെ നോക്കിക്കോ. അപ്പം ഞാൻ വെറുതെ വീട്ടിലിരിക്കാം. ആണോ? ഇപ്പോൾ ഉറങ്ങിക്കോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ദത്തൻ അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. വർണ്ണ പതിയെ ഉറങ്ങി. ക്ഷീണമുള്ളത് കൊണ്ട് ദത്തനും വേഗം ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.